Hi, welcome back to my channel. എല്ലാവർക്കും എൻ്റെ വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ മിക്സി ജാറിന്റെ ബ്ലേഡ് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഷാർപ്പൻ ചെയ്തെടുക്കാനുള്ള കുറച്ച് ടിപ്സ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ ചെറിയ ജാറിന്റെ മാത്രമല്ല വലിയ ജാറിന്റെയും ഇതേ ടിപ്സ് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് ഷാർപ്പൻ ചെയ്തെടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഒരു അലൂമിനിയം ഫോയിൽ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് മിക്സിയുടെ ബ്ലേഡ് ഷാർപ്പൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ അലൂമിനിയം ഫോയിലൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതില്ലാത്തവർക്കായിട്ടുള്ള ടിപ്പ് ഞാൻ ഇതിന് പിറകിൽ പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒരു ചെറിയ പീസ് അലൂമിനിയം ഫോയിൽ എടുക്കുക, എന്നിട്ട് അത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ബോളാക്കുമ്പോൾ ഒരുപാട് അങ്ങ് പ്രഷർ കൊടുത്തിട്ട് ബോളാക്കണ്ട, നമ്മൾ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് എടുത്തിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ അത്യാവശ്യം പ്രഷർ കൊടുത്തിട്ടാണ് ഇത് റോൾ ചെയ്യാൻ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ബോൾസ് ഒരുപാട് അങ്ങ് ചെറിയ ബോളായിട്ട് പോവും. അതുമാത്രവുമല്ല, ആ രീതിയിൽ അത്രയ്ക്ക് ടൈറ്റ് ആയിട്ടുള്ള ബോൾ നമ്മൾ ഇട്ടിട്ട് മിക്സി ഓൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ബ്ലേഡ് ടൈറ്റായിട്ട് കറങ്ങാതെ ടൈറ്റായിട്ട് അങ്ങ് ഇരുന്ന് പോവും. പിന്നെ നമ്മൾ ഇതിനായിട്ട് പുതിയ ഫ്രഷ് ആയിട്ടുള്ള അലുമിനിയം ഫോയിൽ തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ അത് കവർ ചെയ്തിട്ട് ഫോയിൽ ഉണ്ടാവുമല്ലോ, ആ ഫോയിൽ നമുക്ക് എടുത്ത് സൂക്ഷിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്നൊക്കെ വല്ലപ്പോഴും പാഴ്സലായിട്ട് ഫുഡ് വാങ്ങിക്കാത്തവരുണ്ടാവില്ല, അതങ്ങനെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഫോയിലായാലും നമുക്കത് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ അങ്ങനെയുള്ള മുമ്പ് കിട്ടിയിട്ടുള്ളൊരു ഫോയിൽ എടുത്ത് വെച്ചിട്ട് അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് നമ്മൾ മിക്സി ഓരോ തവണയും യൂസ് ചെയ്തിട്ട് അതിന് ശേഷം എങ്ങനെ അതിനെ കെയർ ചെയ്യുന്നു എന്നുള്ളത്. ആ ഒരു ടിപ്സും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മറക്കാതെ എല്ലാവരും വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ ഈ ഫോയിൽ പേപ്പർ ബോൾസ് കൊണ്ട് നമ്മുടെ മിക്സിയുടെ ബ്ലേഡ് അത്യാവശ്യം ഒന്ന് കവർ ചെയ്യുന്ന രീതിയിലായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജാർ അടച്ചു വെച്ചിട്ട് മിക്സിയിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കണം. അങ്ങനെ നമ്മൾ മിക്സിയിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഈ 1, 2, 3 എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്തേക്ക് തിരിക്കുന്നതിന് പകരം അതിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് പൾസ് എന്ന് പറയുന്ന ഒരു സ്വിച്ച് ഉണ്ടാവും. നമ്മൾ ആ ഭാഗത്തേക്ക് തിരിച്ച് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ 4, 5 തവണ പൾസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് റിമൂവ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ഈ മിക്സിയുടെ ജാർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ഫോയിൽ പേപ്പർ ഈ രീതിയിലായിരിക്കും അതിൽ കാണുന്നത്. ഈ ബോൾസ് ആണ് നമ്മുടെ ബ്ലേഡിൻ്റെ ഷാർപ്പനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മിക്സിയുടെ ജാർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഉടനെ നമ്മൾ കൈ ഇട്ട് ആ ഫോയിൽ എടുക്കാതിരിക്കുക. കാരണം ചെറിയൊരു ചൂടുണ്ടാവും, കൈ പൊള്ളുന്ന രീതിയിലൊന്നുള്ള ചൂടുണ്ടെന്നല്ല, ഒരു ചെറിയ ചൂടുണ്ടാവും. അതുകൊണ്ട് നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അതിനെ എടുത്ത് മാറ്റുക. ഇനി നമുക്ക് ഈ ബ്ലേഡ് ഷാർപ്പൻ ചെയ്യാനായിട്ടുള്ള രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള മുട്ടയുടെ തോടാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഈ ഒരു രീതി ഫോളോ ചെയ്യാനായിട്ട് നമുക്ക് പച്ചമുട്ടയുടെയോ പുഴുങ്ങിയ മുട്ടയുടെയോ ഒക്കെ തോട് ഉപയോഗിക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുട്ടത്തോട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അത് നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കൈവച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഉടച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുട്ടത്തോട് പൊട്ടിച്ചാണ് അതിന് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഓവർഫിൽ ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ വെക്കുന്നതെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ബ്ലേഡ് കറങ്ങാതെ ആയിപ്പോവും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം അടിയിൽ വെച്ച് മുട്ടയുടെ തോട് മൊത്തം ഉടയ്ക്കാതെ ആ രീതിയിൽ തന്നെ വെച്ചിട്ട് മുകളിൽ 1, 2 എണ്ണവും കൂടി വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പൊട്ടിച്ചു കൊടുക്കുക. അപ്പോൾ മിക്സിയുടെ ബ്ലേഡിന് കറങ്ങാൻ ആവശ്യമുള്ള സ്പേസ് അതിൽ തന്നെ ഉണ്ടാവും. അതിനുശേഷം നമ്മൾ മിക്സിയുടെ ജാർ അടച്ച് മിക്സിയിൽ വെച്ചതിന് ശേഷം 5, 6 തവണ ഒന്ന് പൾസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇട്ട മുട്ടത്തോട് ഈ ഒരു രീതിയിലേക്ക് പൊടിഞ്ഞിട്ടുണ്ടാവും. അതുകൂടാതെ നമ്മുടെ മിക്സിയുടെ ജാർ നന്നായിട്ട് ഷാർപ്പനായിട്ട് കിട്ടും. ഈ ഒരു പൊടി നമുക്ക് ചെടിക്ക് വളമായിട്ടൊക്കെ യൂസ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തായിട്ടുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്കായിരിക്കും അത് ആദ്യം കാണാൻ പറ്റുന്നത്. അപ്പോൾ അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സോൾട്ട് ആണ്. അപ്പോൾ നമ്മൾ പൊടിയുപ്പല്ല എടുക്കേണ്ടത്, കല്ലുപ്പാണ് ഇതിനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇത് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലോ വലിയ ജാറിലോ ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ ഫോളോ ചെയ്തതുപോലെ തന്നെ മിക്സിയിലേക്ക് വെച്ചതിന് ശേഷം ഒരു 5, 6 തവണ പൾസിലേക്ക് ഓൺ ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മിക്സിയുടെ ജാർ എപ്പോഴും നമ്മൾ അരയ്ക്കാനായാലും പൊടിക്കാനായാലും ഉപയോഗിച്ചതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്ത്, ഇപ്പോൾ നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് തന്നെ ഉണക്കിയതിന് ശേഷം അടച്ച് സൂക്ഷിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വായു കയറി ഉണങ്ങാൻ പാകത്തിന് ചരിച്ചു വെച്ച് നമ്മൾ വെള്ളം മൊത്തത്തിൽ പോയതിന് ശേഷം മാത്രമേ ജാറ് അടച്ച് സൂക്ഷിക്കാൻ പാടുള്ളൂ. അതായത് ഒട്ടും തന്നെ ഈർപ്പമില്ലാത്ത രീതിയിൽ വേണം നമ്മൾ മിക്സിയുടെ ജാറുകളെല്ലാം സൂക്ഷിക്കാൻ.
പിന്നെ നമ്മൾ ഇങ്ങനെ പൊടിച്ചെടുത്ത ഉപ്പ് വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് കറിക്കൊക്കെ ഇടാനായിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ മിക്സി നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ ടിപ്സുകളെല്ലാം ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ മിക്സിയുടെ ആഫ്റ്റർ കെയർ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.